ഇറാനെതിരെയുള്ള ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന സൈനികാക്രമണ നടപടികൾ അവസാനിച്ചതായി അമേരിക്ക. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രതിരോധ നീക്കങ്ങളിലാണ് ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. എന്നാൽ യുദ്ധം അവസാനിച്ചതായുള്ള പ്രഖ്യാപനത്തിൽ നിന്ന് അമേരിക്ക വിട്ടുനിന്നു. ഇറാനെതിരായ യുദ്ധത്തിൽ ഇനി US ആക്രമണം ഇല്ലെന്നാണ് മാർക്കോ റൂബിയോ വ്യക്തമാക്കുന്നത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ഘട്ടം അവസാനിച്ചു, ലക്ഷ്യങ്ങൾ പൂർത്തിയായെന്നും ഇനി US ആക്രമണമില്ലെന്നും വിദേശകാര്യ സെക്രട്ടറി അറിയിക്കുന്നു. അമേരിക്ക പ്രതിരോധ ഘട്ടത്തിലേക്ക് കടന്നുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്നാൽ ഇറാൻ ഇനിയും അമേരിക്കയ്ക്കെതിരെ സൈനിക നടപടിക്ക് മുതിർന്നാൽ തിരിച്ചടിക്കുമെന്നും മാർക്കോ റൂബിയോ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്ക് തുറക്കുകയാണ് ഇനി പ്രധാന ലക്ഷ്യമെന്ന് മാർക്കോ റൂബിയോ അറിയിച്ചു. അമേരിക്കയുടെ സമാധാന നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് ഇറാൻ ഹോർമുസ് തുറക്കണമെന്ന് മാർക്കോ റൂബിയോ ആവശ്യപ്പെട്ടു. ഇടവേളയ്ക്ക് ശേഷം പശ്ചിമേഷ്യയിൽ സംഘർഷം പുനരാരംഭിക്കുമെന്ന ആശങ്ക ഉയർന്നതിന് പിന്നാലെ ഹോർമുസ് കടലിടുക്കിൽ കപ്പൽ ഗതാഗതത്തിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ US സൈനിക നീക്കം ആരംഭിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം ഹോർമുസിൽ ഇറാൻ നിയന്ത്രണം കടുപ്പിച്ചതിനെ തുടർന്നാണ് US നടപടി. ഇറാന്റെ നിലപാട് മൂലം 20,000-ലധികം കപ്പൽ ജീവനക്കാരും 100-കണക്കിന് കപ്പലുകളും മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് US വാദം. ഇവ പുറത്തെത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രോജക്ട് ഫ്രീഡം എന്ന പേരിൽ പുതിയ നീക്കത്തിന് US തുടക്കമിട്ടിരിക്കുന്നത്. മേഖലയിലേക്കായി USന്റെ യുദ്ധക്കപ്പലുകൾ തിരിച്ചതായി US സെൻട്രൽ കമാൻഡ് മേധാവി ബ്രാഡ് കൂപ്പർ അറിയിച്ചു. മേഖലയിൽ കപ്പലുകൾക്ക് നേരെ വെടിയുതിർക്കുന്ന ഇറാന്റെ 6 ഗൺ ബോട്ടുകൾ തകർത്തുവെന്നും അദ്ദേഹം അറിയിച്ചു. ഇറാന്റെ ക്രൂയിസ് മിസൈലുകളെയും US പ്രതിരോധിച്ചിട്ടുണ്ട്. ഹോർമുസിന്റെ തെക്കുഭാഗത്തായി USന്റെ വൻ സൈനിക സന്നാഹം നിലവിലുണ്ട്. ഇതിന് പുറമെയാണ് പുതിയ യുദ്ധക്കപ്പലുകൾ കൂടി വരുന്നത്. നിലവിൽ നിരവധി മിസൈൽ പ്രതിരോധ ആയുധങ്ങളും 100-ലധികം എയർക്രാഫ്റ്റുകളും 15,000 സൈനികരും USന്റെ നാവിക ഉപരോധത്തിന്റെ ഭാഗമായി മേഖലയിലുണ്ട്. അതിനിടെ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങളും നടന്നുവരുന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ചൊവ്വാഴ്ച ചർച്ച നടത്തി. ഹോർമുസ് എണ്ണക്കപ്പൽ ഗതാഗതത്തിനായി തുറന്നുകൊടുക്കണമെന്ന് നേരത്തെ ഫ്രാൻസ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനായി പാരീസിൽ പ്രത്യേക ഉച്ചകോടിയും സംഘടിപ്പിച്ചിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രി ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായി ബെയ്ജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ ദിവസം UAE റിഫൈനറിക്ക് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. സംഭവത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് ഇറാൻ പ്രസ്താവിച്ചുവെങ്കിലും ഗൾഫ് രാജ്യങ്ങൾ ഇത് മുഖവിലക്കെടുത്തില്ല. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ US സൈന്യം നടത്തിയ ആക്രമണത്തിൽ 5 സിവിലിയന്മാർ കൊല്ലപ്പെട്ടതായി ഇറാൻ അറിയിച്ചു. തങ്ങളുടെ സൈനിക ബോട്ടുകൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയതെന്ന അമേരിക്കയുടെ അവകാശവാദം തള്ളിയ ഇറാൻ US ലക്ഷ്യം വെച്ചത് യാത്രാ ബോട്ടുകളെയാണെന്ന് ആരോപിച്ചു. തിങ്കളാഴ്ച നടന്ന സംഭവത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ 6 ബോട്ടുകൾ തകർത്തുവെന്ന US അഡ്മിറൽ ബ്രാഡ് കൂപ്പറിന്റെ പ്രസ്താവനയ്ക്ക് വിരുദ്ധമായാണ് ഇറാന്റെ പുതിയ വെളിപ്പെടുത്തൽ. കൊല്ലപ്പെട്ടവർ സാധാരണക്കാരാണെന്നും ഇതിന് അമേരിക്ക മറുപടി പറയണമെന്നും ഇറാൻ സൈനിക കമാൻഡർ വ്യക്തമാക്കി. ഒമാൻ തീരത്തെ കസബിൽ നിന്നും ഇറാനിലേക്ക് വരികയായിരുന്ന 2 ചെറിയ ബോട്ടുകൾക്ക് നേരെയാണ് US ആക്രമണം ഉണ്ടായതെന്ന് ഇറാന്റെ ഔദ്യോഗിക മാധ്യമമായ IRIB റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഈ വിഷയത്തിൽ US സൈന്യം ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എന്നാൽ പശ്ചിമേഷ്യൻ മേഖലയിൽ സൈനിക സംഘർഷങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ സൗദി അറേബ്യ കടുത്ത ആശങ്കയും രേഖപ്പെടുത്തി. സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും മേഖലയുടെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കുന്നതിനും നയതന്ത്ര പരിഹാരങ്ങൾ അനിവാര്യമാണെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇതിനായി നടക്കുന്ന അന്താരാഷ്ട്ര ശ്രമങ്ങൾക്കും പ്രത്യേകിച്ച് പാകിസ്ഥാൻ നടത്തുന്ന മധ്യസ്ഥ നീക്കങ്ങൾക്കും സൗദി പൂർണ്ണ പിന്തുണ അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത മന്ത്രാലയം എടുത്തു പറഞ്ഞു. അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെയും ഊർജ്ജ സുരക്ഷയുടെയും സുസ്ഥിരതയ്ക്ക് കപ്പലുകളുടെ തടസ്സമില്ലാത്ത സഞ്ചാരം ഉറപ്പാക്കേണ്ടതുണ്ട്. ഫെബ്രുവരി 28-ന് മുമ്പുണ്ടായിരുന്നതുപോലെ യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ കപ്പലുകൾക്ക് സുരക്ഷിതമായി കടന്നുപോകാൻ സാധിക്കുന്ന സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ മടങ്ങണമെന്ന് സൗദി ആവശ്യപ്പെട്ടു. UAEയിലെ സിവിലിയൻ കേന്ദ്രങ്ങൾക്കും സാമ്പത്തിക സൗകര്യങ്ങൾക്കും നേരെ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ സൗദി അറേബ്യ ശക്തമായി അപലപിച്ചു. UAE കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ടാങ്കറിനെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.